ഇതിപ്പോ ഈ വർഷം ജബലുർ റഹ്മക്ക് സമീപം ഒരു വലിയൊരു പദ്ധതി സൗദി ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്. അറഫ സംഗമത്തിന്റെ അന്ന് ജബലുർ റഹ്മക്ക് സമീപത്ത് പ്രാർത്ഥിക്കാനെത്തുന്ന ഹാജിമാർക്ക് വെയില് കൊള്ളാതെ ഇവിടെ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ സംവിധാനമാണ് ഇത്. ഈ വർഷമാണ് ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. ഇത് മദീനയിലുള്ള കൊടകൾ പോലെ ഈ ഭാഗത്ത് മൊത്തം ഒരു പന്തൽ രൂപത്തിൽ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു സിസ്റ്റമാണ്. അത് ഈ വർഷമാണ് തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതില്ല, ഈ വർഷമാണ് ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. അതെ, ഇത് വേറിട്ട ഡിസൈൻ, ഇങ്ങനെ ചുരുട്ടി പോരാ. അതിങ്ങനെ റിമോട്ടിൽ ഇങ്ങനെ നിർബന്ധവും ഇത്രയും ദൂരം ആളുകൾക്ക് നിസ്കരിക്കാം, അതുപോലെ തന്നെ പ്രാർത്ഥിക്കാം. ജബലുർ റഹ്മക്ക് തൊട്ട് താഴെ റൗണ്ട് ചെയ്തിട്ടാണ് ജബലുർ റഹ്മക്ക് റൗണ്ട് ചെയ്തിട്ടാണ് ഈ പന്തലുണ്ടാക്കിയിരിക്കുന്നത്. വലിയൊരു സംവിധാനം ചുറ്റുമായിട്ട് ഈ റൗണ്ടില് അത് ഈ വർഷത്തെ വലിയൊരു പ്രൊജക്റ്റാണ്. അത് ഇതിങ്ങനെ ഒരു പന്തൽ മാതിരി നിൽക്കുമ്പോൾ ഹാജിമാർക്ക് താഴെ നിന്ന് നിസ്കരിക്കാനും വെയിലില്ലാതെ നിസ്കരിക്കുവാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനൊക്കെ വലിയ ഒരു അവസരമാണ്. ഒരു പ്രത്യേക ട്രാക്ക് ഒക്കെ ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ഏകദേശം ഇരിക്കാനുള്ള ഒരു സജ്ജീകരണത്തോട് കൂടിയിട്ട് കണ്ടോ അങ്ങനെ ഈ ജബലുർ റഹ്മക്ക് റൗണ്ട് ചെയ്തിട്ടാണ്. حجاج مبسوط ما في شمس كده صح؟ هذا السنة جديدة ما شاء الله. تحت جبل الرحمة ناس يسوي دوح كده خلاص بدلنا هذا خرطوش بس هذا لفة كده صح؟ أقل لفة أقل جبل الرحمة رفع كله كومبليت ها؟ هي كده نص دايرة كده. السنة الجاية ممكن قابلكم. ഇതിന്റെ റിമോട്ടും കാര്യങ്ങളും ഇവിടെയാണ്, ഇവിടുന്നാണ് നിയന്ത്രിക്കണത്. അതോടൊപ്പം വെള്ളം സ്പ്രേ ചെയ്യാനുള്ള സജ്ജീകരണം അതിന്റെ ഉള്ളിലുണ്ട്. ഇവിടുത്തെ റിമോട്ടിൽ നിയന്ത്രിക്കും. ആ നിയന്ത്രിക്കുന്നതോട് കൂടിയിട്ട് ഈ പന്തൽ രൂപത്തിൽ ഇത് രണ്ടു ഭാഗത്തേക്ക് നീങ്ങും. അതോടൊപ്പം ആവശ്യമെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്യാനുള്ള സജ്ജീകരണത്തോടു കൂടി ഒരു വലിയൊരു പ്രൊജക്ട് ജബലുർ റഹ്മക്ക് ചുറ്റും ഉണ്ടാക്കിയെന്ന് അറിഞ്ഞപ്പോ വളരെ സന്തോഷമായി. നമ്മുടെ ഹാജിമാര്, ലോക രാജ്യത്ത് നിന്നെത്തുന്ന മുഴുവൻ ഹാജിമാരും അറഫ സംഗമത്തിന് അറഫ മൈതാനിയിൽ സംഗമിക്കുമ്പോൾ ജബലുർ റഹ്മക്ക് സമീപം പ്രാർത്ഥിക്കാനെത്തുന്ന ഹാജിമാർക്ക്, ലക്ഷോപലക്ഷം ഹാജിമാർക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും അതോടൊപ്പം പ്രാർത്ഥനകളൊക്കെ ചെയ്യുവാനുള്ള ഒരു വലിയ സംവിധാനമാണ് സൗദി ഗവൺമെന്റ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അത് ഏറെ ഹാജിമാർക്ക് ഏറെ പ്രയോജനവും. ദിവസത്തെ സംഗമത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും കോടാനക്കോടി റിയാലിന്റെ പദ്ധതികൾ നടക്കുക. ഓരോ വർഷവും പുതിയ പ്രൊജക്ടുകൾ കൊണ്ടുവരണം. ഓരോ വർഷവും അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഓരോ വർഷവും ഹാജിമാർക്ക് എത്രത്തോളം സൗകര്യം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രത്തോളം സൗകര്യപ്പെടുത്തും.